പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നുള്ളത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലാണ് കേട്ടോ. ഇത് കാളികാവുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള കാളികാവ് മോഡൽ ബസാർ സ്കൂളാണ്. ഗവൺമെൻറ് മോഡൽ ബസാർ സ്കൂൾ കാളികാവ്. അതായത് ഇവിടെയുള്ള ക്ലാസ് റൂമുകളുടെ ഒക്കെ പേരുകളുണ്ടോ: ശാസ്ത്ര ഇടം, ഭാഷാ ഇടം, ഗണിത ഇടം, ഈ ഇടം, അതായത് ഇലക്ട്രോണിക്. ഇപ്പം നിൽക്കുന്ന ഒരു അമ്യൂസ്മെൻറ്റ് പാർക്കല്ല, അതായത് ഒരു വിദ്യാർത്ഥി, ഒരു ഗവൺമെൻറ് സ്കൂളാണ്ടത്. ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാലയത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും, അതായത് ഇതൊരു മറക്കാനാവാത്തൊരു അനുഭവമായിരിക്കും. ലിറ്ററലി ഒരു വിദ്യാർത്ഥിക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരുപാട് സംഭവം. ഇപ്പം ഞാൻ ചെരുപ്പ് ഊരിയിട്ടാണ് ആ വരാന്തയിലൂടെ നടന്നത്. ഇത്രയും വൃത്തിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പഠിച്ചിട്ടുള്ള മുൻ പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഉള്ളത്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുന്നതാണ്. അവിടെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ഗ്രൗണ്ടിലേക്ക് വരാറുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ ലിറ്ററലി അവിടെ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചത് മറ്റു സ്കൂളുകളിലാണ്. പക്ഷേ അമ്പലക്കുന്ന് നമുക്ക് എന്നും ഇവിടെ എന്ത് പരിപാടികളുണ്ടെങ്കിലും നമ്മളിവിടെ വരാറുണ്ട്. നമ്മളെ നാടാണ്. ഏതൊരു നാട്ടിലെ സിറ്റിസൻസിനെ, ഹ്യൂമൻസിനെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ ആ നാട്ടിലെ അക്കാദമിക് സ്ഥാപനങ്ങൾ നൽകുന്ന ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്നുള്ളത് ഭയങ്കര വലുതാണ്. ഇവിടെയുള്ള ലൈബ്രറി, വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ളൊരു അന്തരീക്ഷം, ഇവിടെയുള്ള ചുവരെഴുത്തുകൾ, ബഷീറിനെ കുറിച്ചുള്ളതും ഗാന്ധിജിയെ കുറിച്ചുള്ളതും, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് ഈ ഒരു സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ വന്യജീവികൾ, അതായത് ഒരു വേറൊരു വൈബ് കിട്ടും. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഭാഗ്യം ചെയ്ത പോലെയാണ് അല്ലേ? അത്രയും പ്രകൃതി രമണീയമായിട്ട് അത്രയും നല്ല രീതിയിൽ ഇവിടെ കാര്യങ്ങളൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ട്. ബൈ ദ വേ, കാളികാവുകാരുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കാളികാവിലെ ഗവൺമെൻറ് മോഡൽ UP സ്കൂൾ കാളികാവ് ബസാർ.